ഇസ്രായേലി സൈന്യത്തിന് മുമ്പെങ്ങും നേരിടേണ്ടി വരാത്ത വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒന്നാമതായി ഇസ്രായേലി സൈന്യത്തിൻ്റെ കമാൻഡർ, ഇസ്രായേലി സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ഹെർസി അലൈവി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ താഴെ ഉള്ള സൈനികർ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ ഉടൻ തന്നെ ഈ തോൽവിയുടെയൊക്കെ പേരിൽ പുറത്താക്കും, പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനെ മാറ്റിയതുപോലെ തന്നെ അദ്ദേഹത്തെയും പുറന്തള്ളും എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മറ്റൊരു ജനറൽ റാഫി മിലോ, അദ്ദേഹം ചില സൈനികർക്ക് ലീവ് അനുവദിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇത് സർവ്വസൈന്യാധിപനെ അറിയിക്കാതെയാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലി സൈനികർ കൂട്ടത്തോടെ ലീവിൽ പോകുന്നു, അല്ലെങ്കിൽ അവധിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളൊരു ആരോപണവും വരുന്നുണ്ട്. നിരന്തരമായ യുദ്ധം, ഏതാണ്ട് ഒരു വർഷത്തിലേറെ ആയിക്കഴിഞ്ഞിരിക്കുന്ന യുദ്ധത്തിൽ നിരന്തരമായി യുദ്ധമുഖത്ത് നിൽക്കാൻ സൈനികർ വിമുഖത കാണിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ധാരാളം സൈനികർ സർവീസിൽ നിന്നും എന്നേക്കുമായി പോകുന്നതിനോ അല്ലെങ്കിൽ യുദ്ധഘട്ടങ്ങളിൽ ലീവ് എടുക്കാനോ ഒക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ഇസ്രായേൽ പോലും സ്വപ്നത്തിൽ കാണാതിരുന്ന അത്ര ദൈർഘ്യമേറിയ ഒരു യുദ്ധമായി ഇത് മാറുകയാണ്. യുദ്ധം നിർത്തിയാൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നുള്ള ഒരു പ്രശ്നം ഇസ്രായേലിൻ്റെ മുമ്പിലുണ്ട്. ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം ഒരു കണക്കിന് അവരുമായി സെറ്റിൽ ചെയ്ത് നിർത്തിയെങ്കിലും ഹൂത്തികൾ യുദ്ധം നിർത്താൻ തയ്യാറാകുന്നില്ല. ഹമാസുമായി ഒരു ചർച്ച വിജയിക്കുന്നില്ല. ഇത്തരം പ്രതിസന്ധികളാണ് ഇസ്രായേലിൻ്റെ മുൻപിൽ ഇപ്പോൾ ഉള്ളത്. ഹമാസുമായി ഏറ്റവും അവസാനത്തെ ലാപ്പിൽ യുദ്ധത്തിനിറങ്ങിയപ്പോൾ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ നിരവധി സൈനികർ മരണപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച മാത്രം 40 ഇസ്രായേലി സൈനികർ ജബാലിയയിൽ മാത്രം നഷ്ടമായി എന്ന് ഇസ്രായേലി സൈന്യം സമ്മതിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഏതാണ്ട് 1000-ൽ താഴെ സൈനികർ പല യുദ്ധങ്ങളിലായി ഇസ്രായേലിന് നഷ്ടപ്പെട്ടു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സമ്മതിക്കുന്നു. ഹമാസ് പറയുന്നു ഇതിൻ്റെ എത്രയോ ഇരട്ടി ഇസ്രായേലി സൈനികർ മരണപ്പെട്ടു എന്നാണ്. ഏത് കണക്കെടുത്താലും ഇസ്രായേലി സൈനികരുടെ മരണസംഖ്യ നിസ്സാരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5000-ലേറെ 6000-ഓളം സൈനികർക്ക് മാരകമായി പരിക്കേറ്റു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു. കൈയും കാലും നഷ്ടപ്പെട്ടവരോ ശരീരത്തിന് അംഗവൈകല്യം സംഭവിച്ചവരായിട്ട് ഉള്ളവരാണ് ഈ 6000-ൽ പരം ആളുകൾ. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ എണ്ണം ഇതിൻ്റെ 10 ഇരട്ടി വരുമെന്ന് ഹമാസ് ആരോപിക്കുന്നു. അതായത് യുദ്ധം എല്ലാവരെയും ബാധിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ യുദ്ധം ഇസ്രായേലിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, വിമതർ സിറിയൻ ഭരണം പിടിച്ചടക്കിയതോടുകൂടി സിറിയയിലെ ഗോലൻ കുന്നുകൾ ഉൾപ്പെടുന്ന അതിർത്തി മേഖലയിലേക്ക് ഇസ്രായേൽ കൂടുതൽ എത്തുകയും ഇസ്രായേൽ സൈന്യത്തിന് വിന്യസിച്ച് സിറിയയുടെ ഭൂമി കയ്യേറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനും സൈനികർ വേണം. എല്ലാത്തിനും കൂടി ഇസ്രായേലിൻ്റെ കയ്യിൽ സൈനികരുടെ എണ്ണം തുലോം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി, അതായത് സിറിയയും പിടിക്കണം, പലസ്തീനും പിടിക്കണം, ലെബനോനും പിടിക്കണമെന്നുള്ള ആർത്തിയിൽ നടക്കുന്ന ഇസ്രായേലിൻ്റെ ഭൂമി തന്നെ ഈ അയൽരാജ്യങ്ങൾ കയ്യേറുന്ന ഒരു സാഹചര്യം വിദൂരമല്ല. കാരണം ഇസ്രായേൽ ദുർബലപ്പെടുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.